സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ മലപ്പുറം FC കാലിക്കറ്റ് FC മത്സരം സമനിലയിൽ ഇരു ടീമുകളും 3 ഗോൾ വീതം നേടി. കാലിക്കറ്റ് FCക്കായി ഇരട്ട ഗോളുകൾ നേടിയ മുഹമ്മദ് അജ്സലാണ് കളിയിലെ താരം. കനത്ത മഴയിലും 23,000-ഓളം കാണികളാണ് എത്തിയത്. പയ്യനാട്ട് മത്സരം ആസ്വദിക്കാൻ അത്ര തിരക്കായിരുന്നു. സൂപ്പർ ലീഗ് കേരളയിൽ ഒരുപക്ഷെ ഈ സീസണിൽ കഴിഞ്ഞ സീസണും ഈ സീസണും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആവേശഭരിതമായ ഒരു മത്സരമാണ് ഇന്ന് പയ്യനാട് സ്റ്റേഡിയത്തിൽ കടന്നുപോയത്. ഇരു ടീമുകളും 3 ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. പക്ഷേ കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴയ്ക്കും ഇവിടുത്തെ ആവേശത്തെ കെടുത്താനായില്ല. മാത്രമല്ല ആവേശം ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. കനത്ത് പെയ്ത മഴ ഗ്രൗണ്ടിൽ ആകെ വെള്ളം തളം കെട്ടി നിന്നെങ്കിലും അതിനെല്ലാം അതിജീവിച്ചാണ് പ്ലെയേഴ്സിന്റെ ഒരു മികച്ച പ്രകടനം രണ്ട് ടീമിന്റെയും ഭാഗത്ത് നിന്ന് ഇന്ന് വന്നത്. ഏറ്റവും മികച്ച ഒരു മത്സരം തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. രണ്ട് ടീമുകളും വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് കാലിക്കറ്റ് അവരുടെ ഫോർമേഷനിൽ ഒരു മാറ്റം വരുത്തി 4-4-2 എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ വന്നു. മുന്നിൽ അജ്സലിനെ കൊണ്ടുവന്നിട്ടും ഇടത് വിങ്ങിൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ പ്രതിരോധ നിരയിൽ സാലിമിനെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനവും ഇന്ന് കാലിക്കറ്റിന് പുതിയ ഊർജ്ജമാണ് നൽകിയത്. വലത് വിങ്ങിൽ അവിടെ പ്രശാന്ത് ഇരു വിങ്ങുകളിലേക്കും പ്രശാന്ത് മാറുന്നുണ്ടായിരുന്നു. ഈ ഡിഫൻസിൽ നിന്ന് സാലിം പന്ത് കൊടുത്ത് മുന്നോട്ട് കയറി വരുന്നത് നമുക്ക് കാണാമായിരുന്നു. അജ്സൽ തുടക്കം തന്നെ മലപ്പുറത്തിന്റെ പല കുലുക്കുന്നത് നമ്മൾ കണ്ടു. ഒരു കോർണർ കിക്ക് അജ്സൽ അത് അടിക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും അത് നേരെ തിരിച്ച് അജ്സലിന്റെ കാലുകളിലേക്ക് തന്നെ വരുന്നു. വെട്ടിയുണ്ട കണക്കൻ ഒരു പന്ത് അസർ കണ്ണി ചിമ്മി തുറക്കും മുൻപ് ആ പന്ത് പോസ്റ്റിലേക്ക് എത്തുന്നു. തൊട്ട് അധികം വൈകാതെ തന്നെ മലപ്പുറത്തിന്റെ തിരിച്ചടി അവരുടെ ക്യാപ്റ്റൻ ഐറ്ററിന്റെ ഒരു ഹെഡർ, ഒരു മികച്ച ഹെഡർ ഗോളിലൂടെ ഒരു തിരിച്ചടി മലപ്പുറം നൽകുന്നു. അതിനുശേഷം കോഴിക്കോടിന്റെ ക്യാപ്റ്റൻ പ്രശാന്തിന്റെ ഗോളാണ് നമ്മൾ കണ്ടത്. സാലിം പന്തുമായി മുന്നേറി വന്ന് റിങ്കണ് കൊടുക്കുന്നു. റിങ്കൺ അത് സാലിമിന് കൊടുക്കുന്നു. സാലിം വീണ്ടും ഒരു ഇടത് കാലി കൊണ്ട് ഒരു ക്രോസ്, അത് നേരെ പ്രശാന്തിന്റെ തലയിൽ. പ്രശാന്ത് അത് ചെത്തി പോസ്റ്റിലേക്ക് ഇടുന്നു. 2-1 എത്തുന്നു. വീണ്ടും അജ്സൽ 3-4 താരങ്ങളെ വെട്ടിച്ച് അജ്സൽ നേടിയ ഒരു മനോഹരമായ ഗോൾ. 3-1 എന്ന നിലയിൽ കാലിക്കറ്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ഗനി അഹമ്മദ് നിഗത്തിന്റെ കാലിൽ നിന്ന് ഒരു പിഴവ് വരുന്നത്. ഗോളിയില്ലായിരുന്നു, ഓപ്പൺ പോസ്റ്റ് ആയിരുന്നു. ഗനി ഒന്ന് തൊട്ടാൽ അദ്ദേഹത്തിന്റെ കാലിൽ ഉരസി, പക്ഷെ അത് പോസ്റ്റിലേക്ക് പോയില്ല. നിരാശയുടെ പടുകുഴിയിൽ മലപ്പുറത്തിന്റെ ആരാധകർ നിൽക്കുമ്പോഴാണ് തിരിച്ച 2 ഗോളുകൾ. നിതിൻ മധുവിന്റെ ബുള്ളറ്റ് പോലുള്ള ഒരു ഷോട്ട്, ആ ഷോട്ട് ഹജ്മലിനെ കാഴ്ചക്കാരനാക്കി മാത്രം നിർത്തി വലയിലേക്ക് കയറിപ്പോയി. അതിനുശേഷം കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ റോയ് കൃഷ്ണ ഒപ്പം കെന്നഡി ഈ 2 കോംബോ അവിടെ വന്നു. റോയ് കൃഷ്ണയെ ഫൗൾ ചെയ്തു, പെനാൽറ്റി ലഭിച്ചു. പെനാൽറ്റി റോയ് കൃഷ്ണയെ എടുക്കുന്നു. ഹജ്മൽ വലത്തോട്ട് ചാടി അത് തടുത്തിടുന്നു. അത് റീബൗണ്ട് വന്ന് അവിടെ കെന്നഡിയുടെ ഒരു ഉഗ്രൻ ഫിനിഷ്. 3-3. അതാണ് ഇന്നത്തെ കളി മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ പറയാനുള്ളത്. ആവേശഭരിതമായിരുന്നു. 3-3. ഇരു ടീമുകളും തോറ്റില്ല. പക്ഷേ ഹോം ഗ്രൗണ്ടിൽ ജയിക്കാനായില്ല മലപ്പുറത്തിന്. കോഴിക്കോടിനാണെങ്കിൽ ഇവിടെ വന്ന് മലപ്പുറത്തെ കീഴ്പ്പെടുത്താനുമായില്ല. അനുരൂപനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.